ഇപ്പോഴത്തെ സിനിമയിലുണ്ടല്ലോ ചിരി കുറവാണെന്ന് പറഞ്ഞില്ലേ? ഓ അപ്പൊ പുതിയ സിനിമയിൽ ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം? അല്ല, സീരിയസ് അല്ല, ഭയങ്കര ഡേഞ്ചറായിട്ടാണ് പോകുന്നത്. അതെന്താ? ഞാൻ ഒരു പടത്തിന് ഇതാക്കി പറഞ്ഞതല്ല, ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല, പൊതുവേ പറഞ്ഞാണ്. ഇറച്ചിക്കടകളൊക്കെ കഷ്ടമായിരിക്കുന്നു, വെട്ടി നുറുക്കി കൊണ്ടുവന്ന് സത്യമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ടി വി ഒന്ന് വെച്ചാൽ എന്താണ് അവസ്ഥ? 2 കൊലപാതകം, അച്ഛനെയും അമ്മനെയും തീ കൊളുത്തി കൊല്ലുകയാണ്. ഒരു മോനാണെന്ന് വിചാരിക്കണം, സ്വന്തം ചേച്ചിയുടെ മകനെ, കുട്ടിയെ സ്നേഹം കിട്ടിയിരുന്നത് കിണറ്റിലേക്ക് എറിഞ്ഞ് കൊല്ലുക. അയൽവക്കക്കാരെ കൂടുപാത്രത്തിൻ്റെ പേരിൽ 3 പേരെ വെട്ടിക്കൊല്ലുക. ഇവിടെ ഈ ചേന്നാമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്നുകളയുക. ഇവിടെ തൊട്ടടുത്ത് ചേന്നാമംഗലത്ത് അയാൾ ഇവിടെ കട നടത്തിയെന്നാന്ന് പറയാം, എനിക്കറിയില്ല. എൻ്റെ വൈഫ് പറഞ്ഞു അയാൾ ഇവിടെ കട നടത്തിയെന്ന് പറയുന്നു. ഈ ജംഗ്ഷനിൽ 3 പേരെയാണ് വെട്ടിക്കൊന്നത്. അങ്ങനെ അതെ, ഇതെല്ലാം പോട്ടെ, ഈ ഞാൻ പറഞ്ഞതിന് പലർക്കും എതിർപ്പുണ്ടാവും. ഇത് പിന്നെ ഈ പുറത്തപ്പുറത്തിൽ എന്താണ് പ്രശ്നമെന്ന്. ആന്ധ്രാപ്രദേശിലല്ലേ, ആന്ധ്രാപ്രദേശിൽ ഒരു പെണ്ണ് മറ്റേ കൊന്നിട്ട് തെലുങ്കാനയിൽ കൊന്ന് വെട്ടിക്കൂട്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിലേക്ക് കളഞ്ഞെന്നുള്ള സംഭവം ഉണ്ടല്ലോ. ആ പെണ്ണ് ചോദിച്ച പറഞ്ഞെന്താണ്, മലയാള സിനിമ സൂക്ഷ്മദർശി എന്ന പടമാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയെന്ന്.